Hello. Welcome back to another video of X and Y USS. X and Y ലേണിങ്ങിൻ്റെ USSന് പ്രിപ്പയർ ചെയ്യുന്ന മക്കളെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നൊരു വീഡിയോ. സോഷ്യൽ സയൻസ് ക്ലാസ്സിലെ കഴിഞ്ഞ വർഷത്തെ 2023 USSന് ചോദിച്ചുള്ള ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കടന്നു പോകുന്നത്. അപ്പം ഏതൊരു മത്സര പരീക്ഷയ്ക്ക് ഒരുങ്ങുമ്പോൾ, മത്സര പരീക്ഷ എന്ന് മാത്രമല്ല നമ്മുടെ സ്കൂളിലെ എക്സാംസ് ആകട്ടെ ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ വർഷങ്ങളിലെ ചോദ്യങ്ങൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പം അതിൽ നിന്ന് അതുപോലെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പാറ്റേണിൽ മോഡലിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമ്മോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അതിന് നിങ്ങളെ ഫെമിലിയർ ആക്കാന്നുള്ള, നിങ്ങളെ പരിചയപ്പെടുത്താന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് എക്സ് ആൻഡ് വൈ ലേണിങ്ങിൻ്റെ USSന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ 2023 USSന് ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം വൈകാതെ തന്നെ നമുക്ക് ചോദ്യത്തിലേക്ക് കടന്നാലോ? ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, വീഡിയോ കാണുക. നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും, അതേപോലെ തന്നെ നിങ്ങളുടെ 7th സ്റ്റാൻഡേർഡിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കണം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. Of the European countries who came to India for commercial interest and political dominance, name the war in which a country was quietly defeated by a princely state in India. ചോദ്യം മലയാളത്തിൽ ഇങ്ങനെയാണ്: കച്ചവട താല്പര്യങ്ങൾക്കും രാഷ്ട്രീയ ആധിപത്യത്തിനുമായി ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ രാജ്യങ്ങളിലെ ഒരു രാജ്യത്തെ നിശ്ലേഷമായി ഇന്ത്യയിലെ ഒരു നാട്ടുരാജ്യം പരാജയപ്പെടുത്തിയ യുദ്ധം ഏതായിരുന്നു? ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്, ഒരുപാട് യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ യുദ്ധങ്ങളിൽ ബ്രിട്ടീഷുകാർ ജയിച്ച ഒരുപാട് യുദ്ധങ്ങളുണ്ട്. ബ്രിട്ടീഷുകാർ മാത്രമല്ല ഇന്ത്യയിലേക്ക് വന്നത്, വേറെ വിദേശ ശക്തികളൊക്കെ വന്നിട്ടുണ്ട് അല്ലേ? നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞ പോലെ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്, കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ കേരളത്തിലുള്ള ആളുകളായിട്ട് യുദ്ധം നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒട്ടുമിക്ക യുദ്ധങ്ങളിലും എന്ത് ചെയ്തിട്ടുണ്ട്, കേരളക്കാരായിട്ടുള്ള ആളുകൾ, ബ്രിട്ടീഷുകാരായിട്ടുള്ള അല്ലെങ്കിൽ വിദേശ ശക്തികളായിട്ടുള്ള ആളുകളെ വിജയിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഒരു യുദ്ധത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കേരളത്തിലെ ഒരു നാട്ടുരാജ്യം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പ്രിൻസ്ലി സ്റ്റേറ്റ് ഒരു യുദ്ധത്തിൽ വെച്ചിട്ട് തോൽപ്പിച്ചിട്ടുണ്ട്. അത് ആരെയാണെന്നുള്ളതാണ് ചോദ്യം. ഏത് യുദ്ധം എന്നുള്ളതാണ്. യെസ്, ബാറ്റിൽ ഓഫ് കുളച്ചൽ യുദ്ധത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡച്ചുകാർ എന്ത് ചെയ്തിട്ടുണ്ട്, തോൽപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ നാട്ടുരാജ്യം എന്ത് ചെയ്തിട്ടുണ്ട്, തോൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് യുദ്ധമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ബാറ്റിൽ ഓഫ് കുളച്ചൽ യുദ്ധമാണെന്ന് എന്ത് ചെയ്യണം, നിങ്ങൾ ഓർത്തു വെക്കണം. അപ്പം ആ ഒരു യുദ്ധത്തിനെ കുറിച്ചുള്ള അതിൻ്റെ ഹിസ്റ്ററി, ഡച്ചുകാരായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ട്രാവൻകൂർ, തിരുവിതാംകൂറാണ് അവരെ പരാജയപ്പെടുത്തിയത്. അപ്പോൾ അതിൻ്റെ ചരിത്രം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള എക്സാക്ട് ചോദ്യമാണ് അവിടെ ചോദിച്ചത്. അപ്പോൾ കുളച്ചൽ യുദ്ധം ഡച്ചുകാരുമായി ബന്ധപ്പെട്ടതാണ്. അവരെ പരാജയപ്പെടുത്തിയത്, തിരുവിതാംകൂർ എന്ത് ചെയ്തിട്ടുണ്ട്, അവരെ പരാജയപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ അടുത്തൊരു ചോദ്യത്തിലേക്ക് കടന്നാലോ? വിച്ച് വേർഡ് ഈസ് മെൻഷൻഡ് ഇൻ ദ പ്രിയാമ്പിൾ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ which states that the state does not discriminate against any religion, the state has no official religion and gives any citizens the right to believe in the religion of his choice. രാഷ്ട്രം ഒരു മതത്തോടും വിവേചനം കാണിക്കില്ല എന്നും രാഷ്ട്രത്തിന് ഔദ്യോഗികമായിട്ടുള്ള മതമില്ല എന്നും ഏതൊരു പൗരനും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിന് അവകാശം നൽകുന്നതുമായ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കുന്നത് വാക്ക് ഏതാണെന്നുള്ളതാണ് ചോദ്യം അല്ലേ? ഇവിടെ സോവറിനിറ്റി, സോഷ്യലിസം, റിപ്പബ്ലിക്, സെക്യുലറിസം, പരമാധികാരം, സ്ഥിതി സമത്വം, റിപ്പബ്ലിക്, മതേതരത്വം, ഇങ്ങനെ 4 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പം മതവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന് ഔദ്യോഗികമായിട്ടൊരു മതമില്ല. എല്ലാ മതങ്ങളോടും തുല്യ അകലം പാലിച്ചുകൊണ്ട് രാജ്യത്തിന് ഒരു മതമില്ല, പക്ഷേ രാജ്യത്തിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, ആ മതം വിശ്വസിക്കാനും ആചരിക്കാനും അത് പ്രബോധനം ചെയ്യാനും പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഭരണഘടനയിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പം ആ ഒരു ആശയം ഉൾക്കൊള്ളുന്ന വാക്ക് ഇതിൽ ഏതെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം മലയാളം മീഡിയത്തിലെ കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്താൽ മതി. മതവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു മതേതരത്വം എന്നുള്ള ഒരു വാക്ക് എന്ത് ചെയ്യുക, ഗസ് ചെയ്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. യെസ്, കറക്റ്റ് ആൻസർ എന്നുള്ളത് മതേതരത്വം അഥവാ സെക്യുലറിസം. മതേതരത്വം, സെക്യുലറിസം എന്നതാണ്. സോവറിനിറ്റി എന്ന് പറഞ്ഞാൽ പരമാധികാരമാണ്. സോഷ്യലിസം എന്ന് പറഞ്ഞാൽ ഒരു ആശയമാണ്. സോഷ്യലിസം, റഷ്യൻ വിപ്ലവം അതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ
എല്ലാവർക്കും തുല്യമായിട്ടുള്ള ഇത് കിട്ടണം എന്നുള്ള രൂപത്തിലൊക്കെ ഉള്ള ഒരു ആശയമാണ്. അതിന് കൂടുതൽ ഇതിലേക്ക് സാറ് കടക്കുന്നില്ല. റിപ്പബ്ലിക് എന്നുള്ളത് അല്ലേ, റിപ്പബ്ലിക് എന്നുള്ള ആശയം നമ്മുടെ രാജ്യം ഒരു റിപ്പബ്ലിക്കാണ് നമ്മൾ പറയില്ലേ, റിപ്പബ്ലിക് ഫെഡറൽ സംവിധാനങ്ങൾ. അങ്ങനെ റിപ്പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ രാജ്യത്തിൻ്റെ ഉന്നത സ്ഥാനത്ത് പ്രസിഡന്റ് പദവിയിൽ ഒരു വ്യക്തി, അങ്ങനെ ആ ഒരു പൊസിഷനിലുള്ള ഒരാളാണ് ഭരണം മീൻസ് മെയിൻ ഹൈ പൊസിഷനിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ റിപ്പബ്ലിക് എന്ന് പറയാം. അതാണ് ജസ്റ്റ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ എന്നുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ നമ്മൾ അറിയേണ്ട, നമ്മൾ വലിയ ക്ലാസ്സുകളിൽ ഇനി പഠിക്കും. അപ്പം റിപ്പബ്ലിക്കാണ് നമ്മുടെ ഇന്ത്യ എന്നുള്ള നമ്മൾ എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക. പക്ഷേ ഇവിടെ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം സെക്യുലറിസം ആണ്, മതേതരത്വമാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്ത് ചെയ്തത് നമ്മുടെ ഈ ഒരു ചോദ്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇൻ വിച്ച് കൺട്രി ഡിഡ് ദ ഇൻസിഡന്റ് ദാറ്റ് ലെഡ് ടു ദ വേൾഡ് മദർ ടങ് ഡേ ടേക്ക് പ്ലേസ്? ലോക മാതൃഭാഷാ ദിനാചരണത്തിലേക്ക് നയിച്ച സംഭവം നടന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ എ മ്യാൻമാർ ഉണ്ട്, ഓപ്ഷൻ ബി ചൈനയുണ്ട്, ഓപ്ഷൻ സി ബംഗ്ലാദേശ് ഉണ്ട്, ഓപ്ഷൻ ഡി പാകിസ്ഥാൻ ഉണ്ട്. ഇതിൽ ഏത് രാജ്യത്ത് നടന്ന സംഭവമാണ് പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ലോക മാതൃഭാഷാ ദിനമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ബംഗ്ലാദേശ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ബംഗ്ലാദേശിൽ നടന്നിട്ടുള്ള ഇൻസിഡന്റ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത് പിന്നീട് ലോക മാതൃഭാഷാ ദിനാചരണമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മാറിയിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്കുള്ള ഒരു വർക്ക് തരികയാണ്. സാർ ഇവിടെ ലോക മാതൃഭാഷാ ദിനാചരണത്തെ കുറിച്ചാണ് ചോദിച്ചത്. അപ്പൊ നമ്മുടെ കമന്റ് ബോക്സിൽ എന്തേ കമന്റ് ചെയ്യുക, ലോക മാതൃഭാഷാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്. കാരണം നമ്മുടെ എക്സാമിന് USSന്റെ എക്സാമിന് ദിനങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, എല്ലാ വർഷവും ചോദിക്കാറുണ്ട്. അപ്പം മാതൃഭാഷാ ദിനത്തെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ് ഇവിടെ നമ്മൾ കേട്ടത്. അപ്പൊ അതിൽ എന്നാണ് മാതൃഭാഷാ ദിനം എന്ന് കൊടുത്തില്ല, അതിന് കാരണമായിട്ടുള്ള രാജ്യം ഏതാന്നുള്ള ചോദിച്ചത്. അപ്പം എന്നാണ് ലോക മാതൃഭാഷാ ദിനം എന്ന് എന്ത് ചെയ്യുക, നമ്മുടെ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്മൾ കടന്നാലോ. അടുത്തൊരു ചോദ്യം, which of the following are the steps taken by the British to exploit the abundant mineral deposits in the habitat of Indian tribal people? ഇന്ത്യൻ ആദിവാസി ഗോത്ര ജനതയുടെ ആവാസ മേഖലയിലെ സമൃദ്ധമായ ധാതു നിക്ഷേപങ്ങൾ ചൂഷണം ചെയ്യാൻ ബ്രിട്ടീഷുകാർ കൈക്കൊണ്ട നടപടികൾ ചുവടെ നൽകിയവയിൽ ഏതാണ്? അപ്പോൾ ഓപ്ഷൻ എ വന നിയമങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി, ഫോറസ്റ്റ് ലോസ് ഫോർമുലേറ്റ് ചെയ്തു, ഇംപ്ലിമെന്റഡ് ദ പെർമനന്റ് സെറ്റിൽമെന്റ് ആക്ട്, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കി, ഇംപ്ലിമെന്റഡ് ദ സബ്സിഡിയറി അലയൻസ്, സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കി, റോഡ് ആൻഡ് റെയിൽ ഫെസിലിറ്റീസ് ഹാവ് ബീൻ ഇൻക്രീസ്ഡ്, റോഡ് റെയിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചില്ല. ഇവിടെ ഇംഗ്ലീഷിൽ കൊടുത്തത് ഫെസിലിറ്റീസ് ഹാവ് ബീൻ ഇൻക്രീസ്ഡ് എന്നുള്ളതാണ്, ഇവിടെ വർദ്ധിപ്പിച്ചില്ല എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്തോടത്തുള്ള ചെറിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു കേട്ടോ ലാസ്റ്റ് ഇയർ. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഫോറസ്റ്റ് ലോ ഫോർമുലേറ്റ് ചെയ്തു, അത് നടപ്പിലാക്കി, വന നിയമങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി എന്നുള്ളതാണ്. നമ്മൾ കുറേ കലാപങ്ങളെ കുറിച്ച്, കുറിച്യ കലാപത്തെക്കുറിച്ചും സാന്താൽ റെബല്യനെ കുറിച്ചൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ, സാന്താൽ കലാപത്തെക്കുറിച്ചൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നുണ്ട്. അവിടെ കറക്റ്റായിട്ട് പറയുന്നുണ്ടല്ലേ, ഒരുപാട് ഫോറസ്റ്റ് ലോസ് എന്ത് ചെയ്തു ബ്രിട്ടീഷുകാർ നടപ്പിലാക്കി. അങ്ങനെ വനത്തിൽ പോയിട്ട് കാര്യങ്ങൾ ശേഖരിക്കാനും ഒക്കെ ഉള്ള ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, ജനങ്ങളെ ചൂഷണം ചെയ്യാൻ തുടങ്ങി. അപ്പം അതിനെതിരെയൊക്കെ പ്രതികരിക്കാൻ തുടങ്ങിയതിന്റെ ഭാഗമായിട്ടാണ് അത്തരം കലാപങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഫോറസ്റ്റ് ലോ ഫോർമുലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തുള്ളത്, ബ്രിട്ടീഷുകാർ ട്രൈബൽ പീപ്പിൾ, ആദിവാസി ജനതയെ ചൂഷണം ചെയ്തത്. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അടുത്തൊരു ചോദ്യം, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പോവർട്ടി അലിവിയേഷൻ സ്കീം വിച്ച് പ്രൊവൈഡ്സ് 10 kilogram ഓഫ് റൈസ് ഫ്രീ ഓഫ് കോസ്റ്റ് ത്രൂ റേഷൻ ഷോപ്പ് ടു ദി എബോവ് 65 years ഓഫ് ഏജ് ആൻഡ് ഡു നോട്ട് ഹാവ് ഇൻകം ഓഫ് ദെയർ ഓൺ? സ്വന്തമായി വരുമാനമില്ലാത്ത 65 വയസ്സിന് മേൽ പ്രായമുള്ളവർക്ക് റേഷൻ കട വഴി പ്രതിമാസം 10 കിലോ അരി സൗജന്യമായി നൽകി വരുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ പേരെന്താണ്? ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അന്ത്യോദയ അന്ന യോജന, നാഷണൽ റൂറൽ ലിവ്ലിഹുഡ് മിഷൻ, ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം, സ്വർണ്ണ ജയന്തി ഷഹരി റോസ്ഗാർ യോജന, അന്നപൂർണ എന്നുള്ളതാണ് 4 ഓപ്ഷൻസ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇതാണ്, യെസ്, അന്നപൂർണ എന്നുള്ള. അന്നപൂർണ എന്ന് പറഞ്ഞ ഗവൺമെന്റിന്റെ ഒരു പ്രൊജക്ടിന്റെ കീഴിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കാര്യം 65 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് ഫ്രീ ആയിട്ട് 10 കിലോഗ്രാം അരി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ചോദ്യമാണ്. ഗവൺമെന്റ് പ്രൊജക്ട് പ്രോഗ്രാംസിനെ കുറിച്ച്, പരിപാടികളെയും പദ്ധതികളെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ അന്നപൂർണ, സ്വന്തമായി വരുമാനമില്ലാത്ത 65 വയസ്സിന് മേൽ പ്രായമുള്ളവർക്ക് പ്രയോജനം, മാസം 10 കിലോ അരി സൗജന്യമായി റേഷൻ കടയിലൂടെ നൽകുന്നു. അപ്പം ഈ ഒരു ഫ്ലോ ചാർട്ടിന് എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. എല്ലാ എക്സാമിനും ഈ ഒരു ഭാഗത്തുനിന്ന് ചോദിക്കാറുണ്ട് അന്നപൂർണയും. അതേപോലെ തന്നെ നമ്മുടെ മുന്നൊരു വർഷം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു,
ഈ ഒരു മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അന്ത്യോദയ അന്ന യോജനയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഇയറിൽ അന്നപൂർണയെ കുറിച്ചാണ് ചോദിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ ടെക്സ്റ്റ് ബുക്കിൽ കൊടുക്കുന്ന ഫിഗേഴ്സ് കാര്യങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് മക്കൾ പഠിക്കണം. ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് 2023 USSന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങളായിരുന്നു. അപ്പം ഈ ഒരു ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും നിങ്ങളുടെ പ്രിപ്പറേഷനിൽ. അപ്പം ആ ഒരു ടൈപ്പ് ഓഫ് ചോദ്യങ്ങളാണ്, ഏതൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കുക, ടെക്സ്റ്റ് ബുക്കിന്റെ ഏതൊക്കെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ നോക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടാം. അതിനു മുമ്പേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയി തോന്നിയെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനിയും കൂടുതൽ ഇൻഫോർമേഷൻസുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.